ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 5 മുട്ടയാണ്. ഇവിടെ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയി വന്നാലേ നമ്മുടെ കേക്കിനും നല്ല സോഫ്റ്റ്നെസ്സും ടെക്സ്ചറും കിട്ടുള്ളൂ. അപ്പോൾ ഇതാ എല്ലാ മുട്ടയും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു ഹാഫ് ഗ്ലാസ് ഷുഗറാണ് എടുത്തത്. അത് നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. എന്നാലേ നല്ല എന്താ പറയുക, നമ്മളുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ബീറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ കേക്കിന്. അപ്പോൾ നന്നായിട്ടൊരു ക്രീമി ആകുന്നത് വരെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസോ ഏലക്കയോ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഷുഗറും എഗ്ഗും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ക്രീമി ടെക്സ്ചർ നിങ്ങൾക്ക് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹാഫ് ഗ്ലാസ് ഷുഗറാണ് എടുത്തത്. അതിൻ്റെ കുറച്ച് കുറവ് മൈദയാണ് എടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു ഹാഫ് ഗ്ലാസ് മൈദ എടുത്തിട്ട് അതിനൊരു 2 ടേബിൾ സ്പൂണ് മൈദ മാറ്റിയിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും അത് അരച്ചെടുക്കണം. അല്ലാതെ ഇതിലേക്ക് നിങ്ങൾ ഇടാനേ പാടില്ല. പിന്നെ അതിലേക്ക് ലംസൊക്കെ വന്നിട്ട് നമ്മളുടെ കേക്കിന് ടെക്സ്ചറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇനി മൈദയും കൂടി ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരിക്കലും ബീറ്റ് ചെയ്തത് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. മൈദയൊക്കെ നന്നായിട്ട് ഫോൾഡായി വന്ന് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമ്മളിത് പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇതിൽ പശു നെയ്യൊക്കെ എല്ലാ ഭാഗത്തും പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. അടിയിൽ നിങ്ങൾക്ക് പഴയ പാനോ തവയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 18 to 20 മിനിറ്റ്സ് മാത്രമേ വേണ്ടൂ. പെട്ടെന്ന് ഇത് കുക്കായി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റെപ്പും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് വന്നിട്ട് എന്തായാലും കമൻറ്റിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.